വേണമെങ്കിൽ ചോദിക്കും എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് കേട്ടോ. എല്ലാവരും ചോദിക്കും. കഴിഞ്ഞൊരു വീഡിയോയിൽ ചോദിച്ചു നീ ഇത്ര റിസ്ക് എടുത്ത് പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന്. എനിക്ക് ഏതൊക്കെയാണെന്ന് കറക്റ്റ് ഒരു ഐഡിയ കിട്ടുന്നില്ല. സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. അയ്യോ, ഞാൻ ഇങ്ങനെയുള്ള റിസ്ക്കുകൾ ഉള്ള സ്ഥലത്ത് പോകാറില്ല. പക്ഷെ എന്തായിരുന്നാലും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് സംസാരിക്കാം. നമുക്ക് ഇപ്പോൾ വെള്ളറുടെയുള്ള സംഗമവേദി, കുരിശുമല കയറുന്നില്ലേ, അതിനുള്ള സംഗമവേദിയുടെ അവിടത്തേക്ക് പോകാം. കുറച്ച് ദൂരമുണ്ട്. ബാക്കിയുള്ള ടീംസിനെ പരിചയപ്പെടുത്തുക. ഏകദേശം 8-9 പേര്. ബാക്കിയുള്ളൊക്കെ ഈ ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരാണ്. മുന്നേ സ്പൈഡർമാൻ. അയ്യോ, നോക്കി ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. കേട്ടില്ലല്ലേ, വെറൈറ്റി എക്സ്പീരിയൻസ്. ഈ പാറയുടെ സൈഡ് പിടിച്ച് പോകണം. കുറച്ച് റിസ്ക് കൂടുതലാണ്. അങ്ങനെ ആരും പെട്ടെന്ന് ഓടി കയറാൻ വേണ്ടിയിട്ട് തുനിയാറില്ല. എനിക്കറിയാമെന്നുള്ള ഒരാളുണ്ട്. ബൈക്കുകളെല്ലാം റെഡി ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ കയറി വന്നത്. അതുവഴി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഏറ്റവും ചെറിയ വഴി കൊടുത്താൽ ഇവിടെ നിന്ന് പാറ കഴിഞ്ഞാണ് മുകളിലോട്ട് കയറിയത്. അത് അതിൻ്റെ മുകളിൽ നമുക്ക് ഓഫ് റോഡ് വാഹനങ്ങൾ അതിൻ്റെ മുകളിൽ നമുക്ക് ഫുള്ള് ഓടിക്കാൻ പറ്റും. റിസ്ക് ആണ്. നമ്മൾ ചിലപ്പോൾ ക്യാമറയിൽ കാണുമ്പോഴത്തേക്ക് റിസ്ക് അല്ലെന്ന് തോന്നും. പക്ഷേ അങ്ങനെ അല്ല. നല്ല റിസ്ക് ഉള്ള സ്ഥലമാണ്. നമുക്ക് വഴിയില്ല. ഇത് ഞാൻ കുറേ പ്രാവശ്യമായിട്ട് പറയുന്നു. അത്രയ്ക്കും റിസ്ക് ആയിട്ടുള്ള. നമ്മൾ വില്ലൂന്നി വന്നപ്പോഴത്തേക്കാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇടയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം മലയിൽ കയറിയിട്ട് ഇറങ്ങിയിട്ട് പിന്നെയും കയറേണ്ടി വന്നു. അപ്പോൾ അതിനേക്കാളും ഒക്കെ അല്ലെങ്കിൽ വേണ്ട, ഈ ചാനലിൽ ഇട്ടതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമെന്ന് തന്നെ പറയാം. വഴിയില്ല. കിട്ടിയില്ല. കണ്ണാടി പോയി പോണം പോയി. സ്ഥലം അടിപൊളിയാണ്, പക്ഷെ നല്ല റിസ്ക് ആണ്. ചില സ്ഥലങ്ങളിലെല്ലാം വളരെ സ്ലിപ്പറി ആയിട്ടുള്ള ഏരിയകൾ. അന്ന വഴിയൊക്കെ എങ്ങനെയുണ്ട്? വഴി എങ്ങനെ തിരിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് പാൻറ് കയറുന്ന കാര്യത്തിൽ നല്ല റിസ്ക് ഉള്ള ലൊക്കേഷനാണ്. നമ്മൾ വരുന്ന വഴിയെല്ലാം അങ്ങനെ പിടിച്ച് കയറാനുള്ള സ്ഥലമൊന്നുമില്ല. എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. ഒറ്റയ്ക്ക് വരാൻ നിൽക്കരുത്. 1.5 ട്രക്കിംഗ് ആയിപ്പോയി. ചേട്ടാ, താങ്ക് യു ഈ ഒരു എപ്പിസോഡിന് വിളിച്ചതിന്. നമ്മളെ കൂടെ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ എനിക്കിവിടെ വരാൻ പറ്റിയത്. ബൈ. നമസ്കാരം. ട്രാവലറിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുതുക്കുളങ്ങരയാണ്. നമ്മൾ ഇന്നൊരു പുതിയൊരു ട്രക്കിങ്ങിന് വേണ്ടി പോവുകയാണ് കേട്ടോ. രാവിലെ 5 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഇരുട്ടാണ്. നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന കൊണ്ടകെട്ടി മലയിലേക്കാണ് പോകുന്നത്. നമുക്ക് 5:30 അവിടെ എത്തേണ്ടതുണ്ട്. അതായത് സംഗമവേദിയിൽ അവിടെ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരുമിച്ചാണ് ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, നമുക്കപ്പോൾ അവിടെ പോയിട്ട് എന്താണ് കൊണ്ടകെട്ടിൻ്റെ മണ്ടയിൽ കയറാൻ പറ്റുന്നതെന്ന് അറിയില്ല. പ്രോപ്പറായിട്ടുള്ള വഴിയും കാര്യങ്ങളൊന്നും ഇല്ല. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് സംസാരിക്കാം. നമുക്ക് ഇപ്പോൾ വെള്ളറുടെയുള്ള സംഗമവേദി, കുരിശുമല കയറുന്നില്ലേ, അതിനുള്ള സംഗമവേദിയുടെ അവിടത്തേക്ക് പോകാം. കുറച്ച് ദൂരമുണ്ട്. ഇനി വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ സംഗമവേദിയിൽ അവിടെ എത്തിയിട്ടുണ്ട്. 6 മണിയായി. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് അറിയില്ല. ഇനി ബാക്കിയുള്ള ആൾക്കാർ ഞാൻ പരിചയപ്പെടുത്തരാം. എനിക്കറിയാമെന്നുള്ള ഒരാളുണ്ട്. പിന്നെ വേറെ ആരൊക്കെയാണെന്ന് അറിയില്ല. ഇത് ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം നമുക്ക് മുകളിലോട്ട് പോകാം. ഇടത്ത് സൈഡിൽ മുകളിലോട്ട് പോകാം. അവിടുന്ന് കുറച്ച് ദൂരം. അപ്പോൾ നമ്മൾ കുരിശുമല പോകുന്നില്ലേ, ആ വഴി തന്നെയാണ് കയറി വരാനുള്ളത്. അവിടുന്ന് ചെറിയൊരു ഡീവിയേഷനുണ്ട്. അവിടുന്ന് ഒരു കുരിശുപള്ളി കാണാം. അവിടെ നിന്ന് നമ്മൾ മാതാമല പോയില്ലേ, അത് കഴിഞ്ഞ് തൊട്ട് അടുത്തുള്ള തിരിവാണ്. അവിടെ നിന്ന് അകത്തേക്ക് വരിക. അത് കുറച്ച് ഹൈറ്റാണ്, കുറച്ച് ദൂരമുള്ള കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ആ വന്ന ബാച്ചില്ലേ, അവർ എല്ലാവരുമായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ലെങ്തുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ. ആദ്യം മുതൽ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറച്ച് ലെങ്ത് ആയിരിക്കും. ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ നമ്മുടെ ബൈക്കുകളൊക്കെ ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവഴിയാണ് കയറി വന്നത്. നമ്മൾ എവിടെ നിന്നാണ് തിരിഞ്ഞതെന്നൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ബൈക്കുകളെല്ലാം റെഡി ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കാണുന്ന വഴിയിൽ നടന്ന് അകത്തേക്ക് പോകണം കേട്ടോ. നമ്മൾ സ്റ്റിക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. എനിക്ക് സ്റ്റിക്കില്ലാതെ പറ്റില്ല. പിന്നെ ഒരു ബാഗ്, പിന്നെ പവർ ബാങ്ക്, ഒരു ക്യാമറ, ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ 6:05 സമയം. 2, 4, 6, 7, 8 ടോട്ടൽ 8 പേരുണ്ട് കേട്ടോ. പോകുന്നത് ഒരുപാട് ആൾക്കാരുടെ മനസ്സിലെ ഒരു ആഗ്രഹമാണ് കൊണ്ടകെട്ടി മല ഒന്ന് കീഴടക്കണമെന്ന്. അങ്ങനെ തന്നെയാണ് എൻ്റെ മനസ്സിൽ.
നമ്മൾ ഈ അമ്പൂരി സൈഡ് അല്ലെങ്കിൽ ഈ കുരിശുമല ഉൾപ്പെടുന്ന ആ മലനിരകളില്ലേ, അതിൽ ഏകദേശം സ്ഥലങ്ങളിൽ നമ്മൾ വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാതാമല പോയപ്പോഴാണ് നമ്മൾ ഈ ഒരു മല കാണുന്നത്. അതിൻ്റെ മുകളിൽ ആൾ കയറുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും അവിടെ പോകണം എന്നുള്ളത് ഒരാഗ്രഹം തന്നെയായിരുന്നു. അങ്ങനെ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ലെങ്തിൽ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയാം, നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് പാറപ്പുറങ്ങളും മല കയറാനൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ഏറ്റവും കടുപ്പമായിട്ടുള്ള ഒരു ട്രക്കിങ് ആണ് ഈ കൊണ്ടകെട്ടി. അതായത് നമ്മുടെ ചാനലിൽ പോയിട്ടുള്ളതിൽ ഏറ്റവും കടുപ്പമുള്ള ഒരു യാത്ര തന്നെയാണ്, അതിസാഹസികമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് ഈ കൊണ്ടകെട്ടിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ലെങ്തിൽ നമ്മൾ കാണിച്ച് പോകുന്നത് കേട്ടോ. ബോറിംഗ് ആണെങ്കിൽ ക്ഷമിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷോർട്ടായിട്ടുള്ള റീലൊക്കെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു വഴിയൊന്നും കാണുന്നില്ല കേട്ടോ. അത് നമ്മൾ ഇതുപോലുള്ളൊരു മരങ്ങളൊക്കെ നിറഞ്ഞ ഒരു സ്ഥലത്തൂടെ നടന്നു വന്നു ഇപ്പോഴും പോകുന്നത് അതുപോലെ തന്നെയാണ്. കല്ലുകൾ നിറഞ്ഞ ഒരു വഴി കൂടെ മുന്നോട്ട് പോകുന്നു. വഴിയേറ്റൊന്നുമില്ല, പക്ഷേ ഇത് അറിയാവുന്ന ആളുകൾ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും, ഉറപ്പാണ്. മുന്നേ പോകുന്നുണ്ട് കേട്ടോ അവർ. എൻ്റെ കിതപ്പ് മാത്രമേ കേൾക്കാവുള്ളൂ. നമ്മൾ വന്ന വഴി ഇതാണ്. വഴിയെന്നൊന്നും പറയാനില്ല കേട്ടോ. നമ്മൾ വണ്ടി കൊണ്ടുവച്ചില്ലേ, വണ്ടി കൊണ്ടുവച്ച് അത് മുതൽ കയറ്റം തന്നെയാണ്. അത് വഴിയെന്ന് പറയാൻ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്തൂടെ ഇപ്പോൾ പോകുന്ന കാണിച്ചു തരാം. അതാ ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ അങ്ങ് പോവും. അവിടെ എവിടെയാണ്. പിന്നെ ഇവിടെ ഫുള്ള് മലനിരകളായതുകൊണ്ട് ഏതാണെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. മുന്നേ ആൾക്കാർ പോകുന്നുണ്ട്, അതിൻ്റെ പുറകെ പോവാം. പക്ഷെ നല്ല ഫുള്ള് കയറ്റമാണ്, അതും വഴിയില്ലാത്ത കയറ്റം. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. കേട്ടില്ലല്ലേ, വെറൈറ്റി എക്സ്പീരിയൻസ്. നടക്കണ്ട് കേട്ടോ. ഉണ്ടോ അയ്യോ, ഇതുവഴി ഇനി ഇഴഞ്ഞ് കയറണമെന്നാണ് തോന്നുന്നത്. പറ്റൂലെങ്കിൽ ഞാൻ വിട്ടുകളയും കേട്ടോ. നമ്മൾ കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നുമെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഈ കൊണ്ടകെട്ടി എന്ന് പറയുന്ന പാറ ഉണ്ടല്ലോ, ഭീമമായിട്ടുള്ള വലിയ പാറയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് പാറയിൽ തന്നെ ചവിട്ടി നമ്മൾ കയറാൻ പോവുകയാണ്. അതായത് ഇത്രയും നേരം നമ്മൾ പാറ അല്ലാത്ത വഴിയാണ്, പാറക്കല്ലുകളുണ്ടായിരുന്നു, എന്നാലും പാറ അല്ലാത്ത വഴിയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഫുള്ള് പാറയിലൂടെയാണ് കേട്ടോ. ഈ പാറയുടെ സൈഡ് പിടിച്ച് പോകണം. എന്തായാലും ഞാൻ മുകളിലോട്ട് കയറട്ടെ. ക്യാമറയുടെ വെച്ചിട്ട് കയറാൻ പറ്റില്ല, മുകളിലോട്ട് കയറട്ടെ. ആ പാറ അങ്ങനെ കയറി വന്നു കേട്ടോ. ഇതുവഴി പാറയുടെ സൈഡിൽ കൂടെ വളരെ ചെറിയൊരു വഴി വരാം. അതിന് ഇതിന് മുകളിലോട്ട് അതുപോലെ തന്നെയാണ് പാറയുടെ സൈഡിൽ കൂടെയുള്ള ചെറിയ ഒരു ഊട് വഴി. കുറച്ച് കട്ടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന വഴിയാണ് കയറി വന്നത്. പാറയുടെ സൈഡിൽ കൂടെ ചെറിയ വഴി പോലുള്ള ഒരു സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ട്, എന്നാലും വളരെ സേഫായിട്ട് വരും. അതായത് ഇതുപോലുള്ള ചെടികളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇതുവരെ കയറി വന്നു. ഇവിടെ വരുമ്പോൾ ചിറ്റാർ 2 എന്ന് പറയുന്ന ഒരു റിസർവോയർ ഏരിയ ഭാഗമാണ്. പിന്നെ ഇത്രയും വൈഡായിട്ടുള്ള ഒരു വ്യൂവും കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പാറയുടെ മുകളിലാണ്, ചരിഞ്ഞിടക്കുന്ന പാറയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടോ, ഇവിടെ എല്ലാം സ്ലോപ്പായിട്ട് കിടക്കുന്ന പാറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവിടെ പ്രോപ്പറായിട്ടുള്ള വഴിയില്ല, വേറെ വഴി കയറുന്ന ആൾക്കാരുണ്ട്. പിന്നെ കുറച്ച് റിസ്ക് കൂടുതലാണ്. അങ്ങനെ ആരും പെട്ടെന്ന് ഓടി കയറാൻ വേണ്ടിയിട്ട് തുനിയാറില്ല. നമ്മൾ ഈ അമ്പൂരിയിലെ അല്ലെങ്കിൽ വെള്ളയുടെ ഭാഗത്തുള്ള ഏകദേശം കാളിമല, കുരിശുമല, വില്ലൂന്നിമല, മാതാമല അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കും ഇതൊരാഗ്രഹമായിരുന്നു കൊണ്ടകെട്ടി എന്ന് പറയുന്ന ഈ സ്ഥലം വരിക എന്നുള്ളത്. അപ്പോൾ ഇതിന് സഹായിച്ച ടീമൊക്കെ മുകളിലുണ്ട്, ഞാൻ അവരൊക്കെ പരിചയപ്പെടുത്താം. എന്തായിരുന്നാലും വളരെ സന്തോഷമാണ്. ഏറ്റവും മുകളിൽ പോകാൻ പറ്റുമെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. എന്തായിരുന്നാലും ഇതുവരെ കുറച്ച് ദൂരം ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. അത്രയും ഉള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ നല്ല കടുപ്പാണ്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള ഒരു ചരിവിൽ നിൽക്കുകയാണ് കേട്ടോ. ഇത്രയും ചരിവിൽ നമ്മൾ ഇനി ഈ സൈഡ് വഴി ഇങ്ങനെ കയറി പോകണം. അവിടെയൊക്കെ പോകുന്നുണ്ട് ആൾക്കാർ, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം കറക്റ്റ് വഴിയൊന്നും എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും അവരെ കൂടെ പോയാലേ പറ്റത്തുള്ളൂ. അവർക്ക് ബുദ്ധിമുട്ടാകരുത് നമ്മളെ കൊണ്ടുവന്നിട്ട്.
ഓക്കെ, മുന്നോട്ട് പോവാട്ടോ. എടാ 1 2 3 മലകളുണ്ട്. ഇതിൽ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. എനിക്കിപ്പോൾ കറക്റ്റ് പിടുത്തം കിട്ടുന്നില്ല. താഴെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റാണ് മനസ്സിലാവും ഏതൊക്കെയാണെന്ന്. ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഏതൊക്കെയാണെന്ന് കറക്റ്റ് ഒരു ഐഡിയ കിട്ടുന്നില്ല. കണ്ടോ? ഓക്കെ, ഇതുവഴി മുകളിലോട്ട് പോവാം. ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ ഇതുപോലുള്ള ഇപ്പോൾ ഉള്ളത് പാറയാണ്. ഇങ്ങനെ കിടക്കുന്ന സ്ലോപ്പായിട്ടുള്ള നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഈ പുല്ലുണ്ടല്ലോ, പുല്ലിൻ്റെ പുറത്ത് ചവിട്ടാതെ പുല്ലിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി അങ്ങനെ പോവാം. ചിലപ്പോൾ പാറ സ്ലിപ്പാവും. കണ്ടിട്ട് സ്ലിപ്പാവുന്നതല്ല, ഈ സൈഡിൽ കൂടെ പോവാം. അയ്യോ, വീണ അങ്ങ് താഴെ നിർത്താൽ മതി. സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. പുല്ലും കൂടെ നമുക്ക് ആശ്രയിക്കാം കേട്ടോ, ചെറിയൊരു പിടിവെള്ളിയായിട്ട്. ഇവിടെ എല്ലാം സ്റ്റോപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. കണ്ടോ? മുകളിലോട്ട് പോട്ടെ. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് വന്നത് കേട്ടോ. കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ട്രിപ്പിനൊക്കെ പോകുമ്പോഴത്തേക്ക് നിന്ന് എടുക്കാനും അല്ലെങ്കിൽ അതിലുള്ള വഴിയൊക്കെ ഉണ്ടായിരിക്കും. ഇത് വഴിയില്ല, വഴി വെട്ടി വരുന്ന ഒരു രീതിയാണ്. ഇവിടെ നിന്ന് നോക്കി നമ്മൾ നേരത്തെ കണ്ട ആ ഒരു റിസർവറിൻ്റെ കുറച്ചുകൂടെ മുകളിലത്തെ വ്യൂ, ഇത്രയും വൈഡായിട്ടുള്ള വ്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇങ്ങനെ നടന്നു പോകുന്നത്, ആൾക്കാർ പോകുന്നുണ്ട്. ഇതാണ് നമുക്ക് പോകാനുള്ള കൊണ്ടകെട്ടി മല. ഇതിപ്പോൾ മാതാമലയായിരിക്കും. ഇതിന് ഇപ്പുറത്താണ് വില്ലൂന്നി മലയൊക്കെ പോയ എൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഇനി മുന്നോട്ട് പോയി നോക്കാം. അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതുവഴി ഇങ്ങനെ കയറി പോകുന്നത്. ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് എത്താനുള്ളത് കേട്ടോ. എന്തായാലും നല്ല റിസ്ക്കുള്ള ഒരു യാത്ര തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ്. നമ്മൾ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല ഉറപ്പായിട്ടും. ഇവിടെ പരിചയമുള്ള ആരെങ്കിലുമൊക്കെ കൂടെ, പിന്നെ അല്ലെങ്കിൽ ട്രക്കിംഗ് പാക്കേജുകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് നിശാന്ത് എന്ന് പറഞ്ഞ ബ്രോയാണ് നമ്മളെ സഹായിക്കുന്നത്. പുള്ളിയെ ഞാൻ പിന്നെ പരിചയപ്പെടുത്താം. പുള്ളി ഫ്രണ്ടേ പോകുന്നതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്. ഞാൻ പയ്യെ ബാക്കേ പോകുന്നുണ്ട്. ബാക്കിയുള്ള ടീംസിനെ പരിചയപ്പെടുത്താം. ഏകദേശം 8-9 പേര്. ബാക്കിയുള്ളൊക്കെ ഈ ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരാണ്, മുന്നേ കയറിയിട്ടുള്ള ആൾക്കാരാണ്. ഞാനാണ് ഫസ്റ്റ് ടൈം. മുന്നോട്ട് പോകട്ടോ. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്, സൂപ്പർ. രാവിലെ വന്നുകൊണ്ട് അപ്പർ സൈഡാണ് കേട്ടോ സൺറൈസ്. അപ്പർ സൈഡ് മുകളിൽ കയറുന്നത് ഇപ്പോൾ കറക്റ്റാണ് കാണാമായിരുന്നു. ഞാനാണ് കുറച്ചെങ്ങനെ താമസിച്ചത്. ഏകദേശം 40 കിലോമീറ്റർ ഉണ്ടായിരുന്നു അവിടെ നിന്ന്. മുന്നോട്ട് പോവാം. അണ്ണം പോണ്ട. ഒരു കൈ സഹായം. ഓക്കെ, കയറി പോകുന്നതാണ്ടോ. ഒരു രക്ഷയില്ല, വഴിയില്ല. പാറയിൽ കൂടെയൊക്കെ ഇഴഞ്ഞു കയറുന്നുണ്ട്. ഒന്നും പിടിക്കാനൊന്നുമില്ല കേട്ടോ. പുല്ലിൽ മാത്രമേ ഉള്ളൂ പിടിക്കാൻ. എങ്ങനെ കയറും, തിരിച്ചിറങ്ങുന്ന അതുപോലെ തന്നെ ഭയങ്കര റിസ്ക്കാണ്. ഓരോ സ്റ്റെപ്പും പതുക്കെ കയറി പോകുന്നുണ്ട്. പതുക്കെ കയറാം, പതുക്കെ പോവാം.
ഇതാ ഇതുവഴിയാണ് കയറി വന്നത്. ഒരു പിടിവള്ളിയില്ല, നല്ല റിസ്ക്കുള്ള സ്ഥലമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അറിയാമെന്നുള്ള ആരെങ്കിലും ഇവിടെ അല്ലാതെ വരരുത്. ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ കയറി വന്നത്. അതുവഴി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഏറ്റവും ചെറിയ വഴി കൊടുത്താൽ ഇവിടെ നിന്ന് പാറ ഇഴഞ്ഞാണ് മുകളിലോട്ട് കയറിയത്. ഇനിയുണ്ട് ഇതുപോലെ തന്നെ റിസ്ക് പിടിച്ച വഴി. സത്യം പറഞ്ഞാൽ ഇത്രയും റിസ്ക് പിടിച്ച വേറെ ഒരു എപ്പിസോഡ് ഞാൻ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വേറെ എല്ലാം നമ്മൾ സേഫായിട്ടുള്ള സ്ഥലത്താണ് പോയത്. വില്ലൂന്നി മാത്രം അല്പം കടുപ്പമായിരുന്നു. അതിനാണ് ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് ആരും വരരുതെന്ന്. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടത്തേക്ക് അതുപോലെ തന്നെയാണ്. ഇതുപോലെ റിസ്ക്കായിട്ട് പോകാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം വന്നാൽ മതി, അല്ലാതെ ആരും വരരുത് കേട്ടോ. പറഞ്ഞില്ലേ ഈ ഷൂ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ. എവിടെ പോവാൻ ഈ സൈഡിൽ കൂടെ പറ്റില്ലേ? ഈ സൈഡ് കയറട്ടെ. സൂക്ഷിച്ചു പോയിക്കോ. സ്പൈഡർമാൻ. അയ്യോ നോക്കി നോക്കി ഫുള്ള് സ്ലിപ്പാണ്. നമ്മൾ ഈ ചെരുപ്പ് എപ്പോഴാണ് പണി തരണമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പിടിച്ച് കയറിയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. മുകളിലോട്ട് പോട്ടെ, കയറട്ടെ, കയറാൻ പറ്റുമോ നോക്കട്ടെ. ഇതെങ്ങനെ കയറും ഒരു പിടുത്തമില്ല. അമ്മേ ഇഴഞ്ഞേ കയറാൻ പറ്റത്തുള്ളൂ, ഒരു ഗ്രിപ്പും ഇല്ല. ചെരുപ്പ് ഊരിയിട്ടുണ്ട് കണ്ട, ഇങ്ങനെയുള്ള സ്ഥലത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയാണ്, തിരിഞ്ഞ് നോക്കണ്ട, തിരിഞ്ഞ് നോക്കാതെ മുകളിലോട്ട് കയറാം. അമ്മ ഇതെങ്ങനെ ഇറങ്ങുമെന്നാണ് ഒരു പിടുത്തമില്ലാത്ത. അമ്മേ അമ്മേ ഇങ്ങനെ ഇതുവഴിയൊക്കെ കയറി വന്നു. തിരിച്ചു പോകണ കാര്യം ആലോചിക്കുമ്പോഴാണ് എങ്ങനെ ഇറങ്ങുമെന്നുള്ള. കുത്തനെയുള്ള ഇറക്കമാണ്, പാറയാണ്. നമ്മൾ ഇരുന്നും പിടിച്ചൊക്കെ കയറാനേ പറ്റുള്ളൂ, അല്ലാതുള്ള വഴി ഇല്ല. ഈ സൈഡാണ് കയറാറ്. കൂനിച്ച് കൊണ്ടകെട്ടി മല. സോറി, വീട്ടിൽ എപ്പോഴെങ്കിലും കൂനിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കൊണ്ടകെട്ടി മലയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അമ്മച്ചി, അയ്യോ ഒരു രക്ഷയില്ല.
സൂക്ഷിച്ചേ. ഇതാണല്ലേ ഒട്ടും റിസ്കില്ലെന്ന് പറഞ്ഞത്. ഒട്ടും റിസ്കിലേ, കുഴപ്പമില്ല. ചറുക്കാത്ത ചെരുപ്പിട്ടോണ്ട് വന്നാൽ മതി. കള്ളം വിടുവാൻ പറഞ്ഞു നോക്കിയാണ്. ഇപ്പം മുള്ളും കൂടെ, ഞാൻ ചെരുപ്പ് ഇട്ടിട്ടില്ല. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാട്ടോ. ഇത്രയും കടുപ്പാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ പോയാൽ ഏറ്റവും കടുപ്പമുള്ള എപ്പിസോഡ്. അയ്യോ, ഞാൻ ഇങ്ങനെയുള്ള റിസ്ക്കുകൾ ഉള്ള സ്ഥലത്ത് പോകാറില്ല. പക്ഷെ എന്തായിരുന്നാലും കൊണ്ടകെട്ടി മല പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അയ്യോ, മതിയായി, സന്തോഷമായി. തിരിച്ചിറങ്ങിയാൽ മതി. അതാണ് ഇനി എങ്ങനെ ഇറങ്ങുമെന്നുള്ള കാര്യം. ആദ്യം മുകളിലെത്തട്ടെ. ഇതുവഴിയാണ് കയറി വന്നത്. വിശ്വസിക്കാൻ പറ്റില്ല. ഇതുവഴിയൊന്നും വഴിയില്ല. ഇതുവഴിയാണ് വന്നത്. ഈ പാറയുടെ സൈഡിൽ കൂടെ ഉള്ള വഴി. അവിടെ നിന്ന് കുത്തനെ ഉള്ള ഇറക്കം. ഇവിടെ അത് തന്നെയാണ്. ഉണ്ടോ, ഇതിന് മുകളിൽ ഇതാ പോകുന്നു. അയ്യോ, എല്ലാം പാറയുടെ സൈഡിൽ കൂടെ ഉള്ള വഴി. കണ്ടോ, ഇറങ്ങുമ്പോഴത്തേക്ക് ഇതിനേക്കാളും കടുപ്പമായിരിക്കും. കയറാൻ അത്ര ഇതില്ലെന്ന് പറയാം. അതിനേക്കാളും പാടായിരിക്കും ഇറങ്ങാൻ. ഇതുവഴി തന്നെ വന്നാ? ആ, നോക്കട്ടെ ഏട്ടാ, പിടി കിട്ടുകയാണെങ്കിൽ കയറാം. ഓക്കെ, ചേട്ടാ ചേട്ടാ അവിടെ നിന്നോ, ഒന്ന് പിടിച്ചു പിടിച്ചല്ലോ. പിടിച്ചാ? ആ, ഓക്കെ, പിടിച്ചോ. ഓക്കെ, സോറി. വാ, ഓക്കെ, താങ്ക് യു.
ഇതാണ് വില്ലൂന്ന് മല കേട്ടോ. നമുക്ക് തോന്നും വില്ലൂന്ന് മല കയറിയ കുരിശുമല കയറാമല്ലോ. അല്ല, പലരും പറയണതേ ഈ മല കയറി ഇവിടെ നിൽപ്പുറത്ത് വരാമല്ലോ, വഴിയല്ല. അല്ല പക്ഷെ നമ്മളങ്ങനെയല്ലേ പോയേ. ഇതാണ് നമ്മൾ കയറിയ വില്ലൂന്നി മല. ഇതോ അവിടെ കാളിമല, ഇപ്പുറത്ത് ഇതോ അതാണ് കുരിശുമല. വേണ്ട ഗ്യാപ്പ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. കണ്ടോ, അയ്യോ വെയിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയോ മരങ്ങളാണ്. അപ്പോൾ ഒടിഞ്ഞു പോണെങ്കിൽ തറയിലെല്ലാം താഴെടുത്താ. അയ്യോ, ഈ ഫ്ലാറ്റ് എല്ലാം ചവിട്ടല്ലേ ഇളവ്. ആ വിളിക്കണോ? എന്തോന്ന് ഇവിടെ ചരക്ക് ഏറ്റവും മുകളിൽ എത്താറായിട്ടുണ്ട്. ഇതാ നമുക്ക് നേരെ കാണുന്നത് ഇത് വില്ലൂന്നി മലയാണ്. നമ്മളിത് മുന്നേ വന്നിട്ടുള്ള ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കുരിശുമല കാണാം, അതിൻ്റെ അപ്പുറത്ത് കാളിമല കാണാം. നമ്മളുടെ ആൾക്കാരെല്ലാം ഇതാ ഇതുവരെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇതാണ് കയറി വരുന്ന വഴി. കാണുമ്പോൾ അത്ര റിസ്ക് ആയിട്ട് തോന്നൂലെങ്കിലും നല്ല റിസ്ക് ഉള്ള സ്ഥലമാണ്. അതാണ് ഞാൻ ഇത്ര നേരം കയ്യിൽ വെച്ച് ഷൂട്ട് ചെയ്യാത്തത്. കാരണം കൈയും കാലും എല്ലാം ഉപയോഗിച്ച് മാത്രമേ ഇങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ. എങ്ങനെയുണ്ട് ബ്രോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരും ഒരു ഗ്രൂപ്പ് ഇല്ലാതെ ഒന്ന് കളയില്ല. അതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് കാര്യം. അതാണ് കാര്യം. നമുക്ക് ഇവിടെ അറിഞ്ഞുകൂടാത്ത ആരുമായിട്ട് പിന്നെ അങ്ങനെ ആരും വരില്ല. അപ്പോൾ നമ്മൾ വില്ലൂന്നി മലയിൽ വന്നപ്പോഴത്തേക്ക് അതുപോലെ പറഞ്ഞതാണ്. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് വഴി തെറ്റും, ഉറപ്പാണ്. ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇവിടെ ഉള്ള ഒരാൾ അല്ലെങ്കിൽ ട്രക്കിംഗ് ടീമുകളുണ്ട്, അവരോട് മാത്രം വരാൻ നോക്കുക. അതും അത്രയ്ക്ക് ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം വന്നാൽ മതി. അത്രയ്ക്ക് ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ കയറി പോകുന്നുണ്ട, ഒരു വഴിയില്ല. ഇതുവഴിയാണ് കയറി പോകാൻ വേണ്ടിയിട്ട്. കണ്ട, ഇതുവഴിയാണ്, ഒരു വഴി പോലും ഇല്ല. ഇതുവഴിയാണ് കയറി വന്നത്. അപ്പം നമ്മളെ കൊണ്ടകെട്ടി ഇന്നുള്ള ടീം ഇത്രയും പേരാണ് കേട്ടോ. ഇത്ര ഒരു 7 പേരുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇതിന് മെയിനായിട്ട് ഇതിനെ ഗൈഡ് ചെയ്യുന്നത് നമ്മുടെ നിശാന്ത് ചേട്ടനാണ്. നാച്ചുറൽ പാത്ത് അല്ലേ കേട്ടോ? നാച്ചുറൽ പാത്ത് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. അതായത് അമ്പൂരി ഈ വെള്ളയുടെ ഈ സൈഡിലുള്ള ഏകദേശ സ്ഥലങ്ങളും ഡോക്യുമെൻ്ററി ടൈപ്പായിട്ട് അതിൻ്റെ പേര് വരാൻ കാരണം അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ചേട്ടനാണ് നമ്മുടെ ഈ വീഡിയോയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള ഒരുപാട് വീഡിയോയ്ക്കും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചേട്ടാ എന്താണ് പറയാനുള്ളത്? ഹായ്, നമസ്കാരം. നിഷാന്ത് എന്നാണ് എൻ്റെ പേര്. നേച്ചർ പാത്ത് ചാനലിൻ്റെ പേര്. അമ്പൂരി എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സ്ഥലമാണ്. കാരണം പ്രകൃതി സ്നേഹികളുടെ ഒരു നാടാണ് അമ്പൂരി എന്ന് പറയുന്നത്. അമ്പൂരി എന്ന് പറയുന്നത് ഒരു ഹിഡൻ ജെമ്മാണ്. അപ്പം ഞാൻ ആദ്യം എക്സ്പ്ലോർ ചെയ്യാൻ വന്നത് അമ്പൂരിയിലാണ്. അമ്പൂരിൽ മൊത്തം 20 സ്പോട്ടുണ്ട്. ഈ 20 സ്പോട്ടും അതിൽ കുറേ ഒത്തിരി സ്പോട്ട് ആൾക്കാർക്ക് അറിയത്തില്ല. നമ്മുടെ ചാനലിനകത്ത് എൻ്റെ വ്യക്തമായിട്ടുള്ള എൻ്റെ ട്രാവൽ ഡോക്യുമെൻ്ററി വീഡിയോ, അതിൻ്റെ ചരിത്രം, അതിൻ്റെ ഐതിഹ്യം, പിന്നെ അതിൻ്റെ പേര് വരാൻ എന്താണ് കാരണം, അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് കൊണ്ടകെട്ടി എന്ന് പറയുന്നത് ഒരു ചരിത്രമുള്ള ഒരു സ്ഥലമാണ്. കൊണ്ടകെട്ടി മലനിരകളെന്നാണ് ഈ മലനിരകൾ അറിയപ്പെടുന്നത്. അതിൽ കാളിപ്പാറ മുതലാണ് തുടങ്ങുന്നത്. കാളിപ്പാറ, കുരിശുമല, വില്ലൂന്നി മല, കൊണ്ടകെട്ടി മല, ലോവർ കൂനിച്ചി, അപ്പർ കൂനിച്ചി, ഏണിപ്പാറ ഇത്ര അടങ്ങുന്ന ഒരു മലനിരയാണ്. പൊതുവിൽ ഈ ഇതേപോലെ വലിയ മലനിരകളെല്ലാം നമ്മുടെ ഫോറസ്റ്റിൻ്റെ കീഴിലാണ് വരുന്നത്. പക്ഷേ ഇത് പഞ്ചായത്തിൻ്റെ കീഴിലാണ് വരുന്നത്.
ഇപ്പോൾ നമ്മൾ ഈ മലയും ഡിവൈഡായി പോകുന്നത് കേരള തമിഴ്നാട് ബോർഡറാണ്. കുരിശുമലയും 7ാമത്തെ കുരിശിൻ്റെ അതുവരെ കേരളമാണ്, ബാക്കി തമിഴ്നാടാണ് നമ്മുടെ കുരിശിൻ്റെ ടോപ്പ്. അതുപോലെ തന്നെയാണ് ഈ മലനിരകളിൽ പലതും ബോർഡർ ക്രോസ് ചെയ്താണ് പോകുന്നത്. ഈ കൊണ്ടകെട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് കൊണ്ടാണ് ആ പേര് കിട്ടിയത്. നമ്മൾ തലമുടി കൊണ്ട കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്, അതുപോലത്തെ ഒരു ഷേപ്പാണ്. അതുകൊണ്ടാണ് ഈ കൊണ്ടകെട്ടി എന്ന് പറയുന്ന ആ ഒരു പേര് വരാൻ കാരണം. ഇവിടെ പണ്ട് ഒട്ടനവധി ആൾക്കാർ താമസിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴും ആൾതാമസം എന്നുള്ള മേഖലയല്ല. ഇതിപ്പോൾ അങ്ങനെ ഫുള്ള് പഞ്ചായത്തിൻ്റെ കീഴിൽ, അതേപോലെ തന്നെ ഒത്തിരി ടൂറിസം പാക്കേജുകളും ടൂറിസം പ്രൊമോഷനൊക്കെ നമ്മൾ നടക്കുന്നുണ്ട്. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് പാക്കേജുകൾ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്, അതിൻ്റെ ഫണ്ടൊക്കെ അനുവദിച്ചിട്ടുണ്ട്. ബാക്കി മോളോട്ട് പോകുമ്പോഴത്തേക്ക് എൻ്റെ വ്യൂ കാണാം. നമ്മളെ ഈ ടീമിനെ കുറിച്ച് എങ്ങനെയാണ്? ഇദ്ദേഹം നമ്മളെ ഇതിന് മുമ്പേ കൊണ്ടകെട്ടി വന്നിട്ടുണ്ട് എൻ്റെ കൂടെ തന്നെ. ചേട്ടാ പേരെന്ന് പറഞ്ഞു? എൻ്റെ പേര് ലാൽ. ലാൽ. ബാക്കിയുള്ളവരോ? എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സാണ്, നിങ്ങളുടെ കൂടെ വന്നാണ്? അങ്ങനെയാണ്, എനിക്കറിയില്ല ആരെ. എൻ്റെ കൂടെയാണ് റിജോ, മണിലാൽ, അതുപോലെ ഷിവിത്ത്, ഗോഡ്വിൻ, ശരത്. എല്ലാവരും ഇതുപോലെ മല കയറാൻ പോകുന്ന ആൾക്കാരാണ്? തീർച്ചയായും ആണ്. ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടില്ല? ഇതിനു മുമ്പ് വില്ലൂന്നി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കുരിശുമല വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കാളിമല വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ വന്നിട്ടുണ്ട്? ഇതിന്റെ 2ാമത്തെ ട്രിപ്പാണ് ഇവിടെ. ഇവിടെ കൂടെയാണ് ഞാൻ വന്നത്. ആദ്യം വന്നത്. ഓക്കെ. നമുക്ക് കൊണ്ടകെട്ടിലെ ട്രക്കിങ്ങിന് ആർക്ക് വേണമെങ്കിലും നമ്മളെ സമീപിക്കാം. ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. ആർക്ക് വേണമെങ്കിൽ. ഏതാണ് ഇൻസ്റ്റാ പേജ് ഉണ്ടോ? ഇൻസ്റ്റാ പേജ് അധികം ആക്റ്റീവ് അല്ല, യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്ക്. നമ്മളെ കൊണ്ടുകെട്ടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറിയാന്നുള്ള ഒരാളുടെ കൂടെ അല്ലാതെ ഇങ്ങോട്ട് വരരുത്. വഴി ഒരു കാരണവശാലും നമുക്ക് പിടുത്തം കിട്ടത്തില്ല. അല്ലാതെ വേറെ ചെയ്യുന്നുണ്ട് ചേട്ടാ? വേറെ ചില ആൾക്കാർ പാക്കേജ് അല്ല ഈ ചേട്ടൻ ഇതല്ലാതെ അമ്പൂരിലുള്ള എല്ലാ സ്പോട്ടും ചെയ്യുന്നു. ബാക്കിയുള്ള എല്ലാ സ്പോട്ടുകളും അമ്പൂരി. ഏതാ? അമ്പൂരി, പൊന്മുടി, വാഗമൺ. അമ്പൂരി, പൊന്മുടി, വാഗമണ്ണുള്ള ട്രക്കിംഗ് പാക്കേജുകളൊക്കെ ചേർന്ന് സമീപിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, പോവാം. പിന്നെ ഈ ദാനശീലം എന്ന് കേട്ടിട്ടുണ്ടോ? പ്രകൃതിക്ക് വേണ്ടി അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള ഏറ്റവും ഹാർഡസ്റ്റ് ട്രക്കിംഗ് ആയിരിക്കും കേട്ടോ ഇത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇത്രയും കടുപ്പമുള്ള ട്രക്കിംഗ് ആണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വരണമെന്നുണ്ടായിരുന്നു. എന്താണ് ബാക്കിയുള്ള മലനിരകൾ, ഈ കാണുന്ന പുറകിൽ കാണുന്ന എല്ലാ മലനിരകളും നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയ്ക്കും കടുപ്പമാണ്, ഇത്രയ്ക്കും ഡേഞ്ചറാണെന്ന് കാര്യം. വരുന്ന വഴികൾ അത് പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല കേട്ടോ. അത്രയ്ക്കും കടുപ്പമുള്ള, നമ്മൾ അഗസ്ത്യാർകൂടം പോയപ്പോഴത്തേക്കും അത് നടക്കാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലോങ് ആയിരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത് ഒരു രക്ഷയില്ല, ഭയങ്കര കടുപ്പമാണ്. നേരത്തെ പറഞ്ഞ ചേട്ടയില്ലേ, നിശാന്ത് ചേട്ടൻ, ആ ചേട്ടൻ പാക്കേജുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള വീഡിയോസിലും ചേട്ടൻ്റെ ഒരു കൈ സഹായമുണ്ട്. അതായത് ഈ വെള്ളറുടെ അമ്പൂരി സൈഡിൽ വരുന്ന എല്ലാ വീഡിയോസിലും ഞാൻ ചേട്ടനെ വിളിക്കാറുണ്ട്. ചേട്ടൻ്റെ ചാനലിലും അതിൻ്റെ വീഡിയോസുണ്ട്, അപ്പോൾ ചേട്ടനെ ഒന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നത്. അങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റിയത്. വേണമെങ്കിൽ ചോദിക്കും എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് കേട്ടോ. എല്ലാവരും ചോദിക്കും, കഴിഞ്ഞൊരു വീഡിയോയിൽ ചോദിച്ചു നീ ഇത്ര റിസ്ക് എടുത്ത് പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന്. അപ്പോൾ ചിലർ പറയും എന്താണ് ഈ ട്രാവലിങ്, യാത്ര എന്ന് പറയണത് അവരുടെ പാഷനാണ്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇത് പാഷനാണെന്ന് കേട്ടാൽ യാത്ര ഒരു പാഷനാണെന്ന് ഞാൻ പറയില്ല. ഇഷ്ടമാണ്, എന്നാലും യാത്രയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കൂടെ 7-8 പേര് വേറെ ഉണ്ട്. പക്ഷെ അവരാരും ഇതുപോലെ ഗോപ്രോ കൊണ്ടുവന്നിട്ടില്ല, ക്യാമറ കൊണ്ടുവന്നിട്ടില്ല, പവർ ബാങ്ക് ഒന്നുമില്ല. അവർ ഒരു കുപ്പി വെള്ളം ഉണ്ടാക്കിക്കൊണ്ട് അത് മാത്രമേ ഉള്ളൂ. അവർ വരുന്നു, യാത്ര ആസ്വദിക്കുന്നു. പക്ഷെ നമ്മളങ്ങനെയല്ല. ഈ ട്രാവലിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്ളോഗുകളോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ എന്തായിരുന്നാലും പാഷൻ കൊണ്ടാണെങ്കിൽ അവർക്ക് പോയിട്ട് വന്നാൽ മതി. ഇത് വേറൊന്നുമല്ല, നമുക്ക് യൂട്യൂബിൽ നമ്മളായിട്ടുള്ളൊരു ചാനലിൽ ഇടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും അതുപോലെ ആയിരിക്കും. അല്ലെങ്കിൽ ഈ വന്ന് കണ്ടിട്ട് പോകുന്ന ആൾക്കാരെ പോലെ കണ്ടിട്ട് പോയാൽ പോരെ. ആസ്വദിക്കാനാണെങ്കിൽ ബാക്കിയുള്ളവരെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് സ്നേഹം കൊണ്ടാണ് ഒരാൾ ചോദിച്ചത്. എന്തായിരുന്നാലും നമുക്കിതാണ് നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള വീഡിയോസ്. ഇത് ഞാൻ ഒരിക്കലും പറയില്ല വേറെ ആൾക്ക് വരണമെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ജോലി ഇത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഇങ്ങനെ ചെയ്തു പോകുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുന്നു, അത് ആ യാത്രാ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. വരുന്ന വഴികളും കാര്യങ്ങളും
അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അതാണ് നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നത്. പിന്നെ വരുമാനത്തിന് വേണ്ടിയിട്ടാണോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വരണമെങ്കിൽ വരട്ടെ, വരുമാനം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആണ്. വരുമാനം വരികയാണെങ്കിൽ അല്ലെങ്കിൽ നാളെ മറ്റന്നാൾ നന്നായിട്ട് വ്യൂസ് കയറുകയാണ്, സബ്സ്ക്രൈബേഴ്സ് കയറുകയാണ്, നല്ല വ്യൂസ് കയറുകയാണെങ്കിൽ ഓക്കെ വരട്ടെ. എന്തായിരുന്നാലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് എന്തുകൊണ്ട് ഇത്രയും ഇങ്ങനെയുള്ള വീഡിയോസ് എടുക്കാൻ പോകുന്നു. ഉണ്ടായിരുന്നാൽ പോരെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടം അതാണ്. നമ്മൾ യാത്രകൾ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക. ബാക്കിയുള്ള ആൾക്കാരും അതൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ആൾക്കാരില്ലേ വന്നിട്ട് പോകുന്നത് പോലെ അവർക്കും വന്നിട്ട് കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചിട്ട് പോകാമായിരുന്നു. നമ്മളൊരിക്കലും ആസ്വദിക്കുന്നില്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ ആസ്വദിക്കുന്നുണ്ട്. അതിലുപരി നമ്മൾ വീഡിയോ എടുക്കാനും അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. 100% ആസ്വദിക്കുന്നില്ല. നമ്മൾ അത്രയ്ക്കും റിസ്ക് എടുത്ത് നമ്മൾ എങ്ങനെയെങ്കിലും കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യണം, പോകുന്ന വഴികൾ കാര്യങ്ങളെല്ലാം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ താല്പര്യം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള റിസ്ക് പിടിച്ച സ്ഥലങ്ങളിലൊക്കെ പോവേണ്ടി വരുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. റിസ്ക് പിടിച്ച സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ടല്ല, കൂടുതൽ നല്ല കാഴ്ചകൾ, നല്ല യാത്രാ അനുഭവങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ഒരു പാറ്റേൺ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നമ്മുടെ ഫാമിലിയിൽ കൂടി അംഗമാവാം. ഏകദേശം 3 കഴിഞ്ഞിട്ടുണ്ട്, 3000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നാളെ ആയിട്ടുള്ള ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓൾ കേരള പോയിട്ടുണ്ട്. ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. സോളോ ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമ്മൾ താഴെ നിന്ന് സംസാരിച്ച് തന്നെ വരുമായിരുന്നു, പക്ഷേ ഒട്ടും പറ്റാത്ത സാഹചര്യമാണ്. കുത്തനെയുള്ള ഇറക്കമാണ്. അത് വന്നാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ടോപ്പിലേക്ക് ഏകദേശം എത്തുകയാണ്. ഇതാ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 360 വ്യൂ ആണ് കേട്ടോ. 360 ആണ് കേട്ടോ. നമ്മൾ മുന്നേ ഒരിക്കൽ വന്നിട്ടുണ്ട്. അതായത് ആ ഡ്രോൺ ഫുട്ടേജ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മാതാമല, പിന്നെ പേരുകൾ മാറിപ്പോകുന്നറിയല്ലോ, ലോവർ കുനിച്ചി എന്ന് പറയുന്ന സ്ഥലത്തും അവിടെയാണ്. അവിടെ കാണിച്ചു തരാം കേട്ടോ. അവിടെയാണ്. അപ്പോൾ അത് വലുതായിട്ട് റിസ്ക് ഉള്ള സ്ഥലമല്ല, നമുക്ക് നടന്ന് പോവാം. ഫാമിലീസ്, അന്ന് ഞാൻ ഫാമിലിയായിട്ടാണ് പോയത്. ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു. നടന്ന് പോവാം. ഇപ്പുറത്തൊരു മലയിൽ വന്നതിന് ശേഷം അവിടെ പോവാം. അവിടെ നിന്ന് നമ്മൾ കാണുന്ന ഒരു വലിയ പാറ, അതാണ് ഇത്. നമ്മൾ മുകളിൽ വന്നിട്ടുള്ളത്. നമ്മൾ വിചാരിച്ചതുപോലെ ഇഷ്ടപ്പെട്ടതുപോലെ ആഗ്രഹിച്ചതുപോലെ നമുക്ക് കൊണ്ടകെട്ടി മലയുടെ മുകളിൽ വരാൻ പറ്റി. അവിടെയാണ് നമ്മൾ ഇന്നാൾ വന്നത്, വില്ലൂന്നി മല. അതുവഴി ഞാൻ ഒറ്റയ്ക്ക് വന്നതൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. കുരിശുമല നമ്മൾ എല്ലാ പ്രാവശ്യം വരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായിരുന്നു നമ്മൾ കൊണ്ടകെട്ടി മലയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ടീമിനെ നമ്മൾ പരിചയപ്പെട്ടു. ഓക്കെ, നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. എന്തായാലും കൊള്ളാം അല്ലേ. ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മൾ ഈ എന്താണ് കാണാനുള്ളത് ഒരു മലയുടെ മുകളിൽ, പാറയുടെ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ തന്നെ വ്യൂസ് ആയിരിക്കും എല്ലായിടത്തും. പക്ഷേ ആ വരുന്ന വഴികളും നമുക്ക് അന്ന് കിട്ടുന്ന കുറച്ച് അനുഭവങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള ഓരോ സ്പോട്ടും തിരഞ്ഞെടുത്ത് നമ്മൾ പോകുന്നത് കേട്ടോ. അവിടെ നോക്കുകയാണെങ്കിൽ ഈ സ്ട്രെയിറ്റായിട്ട് കാണുന്നത് നെല്ലിക്കാമല കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ദ്രവ്യപ്പാറ തൊട്ടപ്പുറത്ത് കാണുന്ന ഞണ്ടുപാറ. അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും ഈ കാണുന്നത് അമ്പൂരി കുരിശുമല, ആ കാണുന്നത് പുതിയ കുരിശൽ കടവ് പുതിയ പാലം. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് പന്തപ്ലാമൂട് പാലമുണ്ട്. അത് പന്താ പാലം എന്ന് പറയുന്നത്. ഈ കാണുന്നതെല്ലാം കാച്ച്മെൻറ്റ് ഏരിയയാണ്. അവിടെ ഇതെന്ന് പറയുന്നത് ആനനിരത്തി ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ കാണുന്നത് കോഴികണ്ടാമല, കുന്നത്തുമല, കന്നിത്തൂൺ മല, അങ്ങനെയുള്ള മലനിരകളാണ് ഈ കാണുന്നത്. അവിടെ നിന്നെല്ലാം ഒരുപാട് നീർച്ചാലുകൾ വരുന്നുണ്ട്. ഇതെല്ലാം വരുന്നത് നെയ്യാറിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിലും അതുപോലെ ഈ തമിഴ്നാട് ഭാഗത്തു നിന്ന് വരുന്നത് ഇവിടെ നെട്ടയിൽ ചിറ്റാർ 1, 2 അണക്കെട്ടിലാണ് വരുന്നത്. ഈ കാണുന്നത് കൂനിശിമല, ഇത് ലോവർ കൂനിശിമല. പിന്നെ
അതിൻ്റെ ഈ സൈഡിൽ കാണുന്നത് ഇത് വില്ലൂന്നി മല, അപ്പുറത്ത് കാണുന്നത് കുരിശുമല, അതിൻ്റെ അപ്പുറത്ത് കാണുന്ന കാളിമല. ഇതാണ് ഈ മലനിരകൾ. ഇവിടെ വേറൊരു പ്രശസ്തമായിട്ട് സ്ഥലം കൂടെയുണ്ട്, പ്ലാങ്കുടിക്കാവ് എന്ന് പറയും. ആ കാണുന്നതാണ് പ്ലാങ്കുടിക്കാവ്. അതൊരു എക്കോ ടൂറിസം പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ നടക്കുന്നതാണ്. അതിൻ്റെയും വിശദമായ ഒരു ഡോക്യുമെൻ്ററി നമ്മുടെ നാച്ചുറൽ പാത്ത് എന്ന ചാനലുണ്ട്. അവിടെ ഒരു ഗുഹയുണ്ട്, ഒരു 650 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ഗുഹയുണ്ട്. അവിടെ പണ്ടൊരു പോറ്റി താമസിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അത് അതിൻ്റെ മുകളിൽ നമുക്ക് ഓഫ് റോഡ് വാഹനങ്ങൾ അതിൻ്റെ മുകളിൽ നമുക്ക് ഫുള്ള് ഓടിക്കാൻ പറ്റും. അത് ഭയങ്കര ഒരു സ്പോട്ടാണ്. അതിന് ഏറ്റവും വലിയ പ്രത്യേകിച്ച് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കൂനിച്ചി മലയുടെ ഒരു ഷേപ്പ് നമുക്ക് മനസ്സിലാവുന്നത് ആനയുടെ ഷേപ്പാണ്. അവിടെ നോക്കുമ്പോൾ ഈ കൂനിച്ചി മലയുടെ ആനയുടെ ഷേപ്പായിട്ട് കാണാൻ പറ്റും. അത് രാവിലെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ ഷെയ്ഡൊക്കെ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഓരോ മലയ്ക്കും അതിന് പേര് കിട്ടിയതിനും ഒക്കെ എൻ്റെ പിന്നിൽ വിശദമായിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള പല സംഭവങ്ങളുണ്ട്. ഇതിപ്പം ഇതൊരു സ്പോട്ടാണ്. അതുപോലെ ഏണിപ്പാറ എന്ന് പറയുന്നൊരു സ്പോട്ടാണ്. അത് ഏണിപ്പാറ, അത് ഓഫ് റോഡ് വാഹനങ്ങൾ അതുവരെയും ആ സ്പോട്ട് വരെയും. അവിടെ പ്ലാങ്കുടിക്കാവ് ചേട്ടൻ്റെ ചാനലുണ്ട്, നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ചേട്ടൻ്റെ ചാനൽ നോക്കുകയാണെങ്കിൽ ഈ പേര് വരാൻ കാരണവും ഇതിനുള്ള എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാം ഡോക്യുമെൻ്ററി ടൈപ്പായിട്ട് ഇട്ടിട്ടുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അമ്പൂരെ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ ചാനലിലൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഏകദേശം സ്ഥലങ്ങൾ നമ്മളിവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഏണിപ്പാറ, ഞണ്ടുപാറ അങ്ങനെയൊക്കെ പറയുന്ന കുറേ ചെറിയ സ്ഥലങ്ങളുണ്ട്. ഇതാ നമ്മുടെ മാതാമലയിൽ ആൾക്കാർ കയറുന്നുണ്ട് കേട്ടോ. ആൾക്കാർ കുറച്ച് പേര് കയറി വരുന്നുണ്ട്. ഇവിടെയൊക്കെ ടെൻ്റ് അടിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേ അടിക്കുന്നൊക്കെ സ്ഥലങ്ങളാണ്. ടെൻറ്റും പിന്നെന്താ കുക്ക് ചെയ്തൊക്കെ അങ്ങനെ കത്തിച്ചതിൻ്റെ പടക്കം നമ്മൾ അന്നും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഇതാ കയറുന്നുണ്ട് കേട്ടോ. അടിപൊളി സ്ഥലം, ഒരു 360 ആണ്. അതായത് നമ്മുടെ ഈ ഏരിയയിൽ അല്ലെങ്കിൽ ഈ മലനിരകളിൽ ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ തൊട്ടപ്പുറത്ത് നമ്മുടെ ഗ്യാങ് വന്നിട്ടുള്ള എല്ലാവരും ഉണ്ട്. അവരൊക്കെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാണ്. അത്രയ്ക്കും നടക്കാനുണ്ടായിരുന്നു, നല്ല ദൂരം ഉണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. കൊള്ളാം കേട്ടോ, നല്ല വ്യൂ ആണ്. ഈ ഏരിയ നമ്മൾ മുഴുവൻ ഇതായി ചുറ്റും ഈ ഒരു സൈഡ് മുഴുവൻ മലനിരകളാണ്. പിന്നെ ആ സൈഡ് സിറ്റി ഏരിയകളാണ്. നിശാന്തേട്ടനാണ് ലൊക്കേഷൻസൊക്കെ പറഞ്ഞു തന്നത്. നമ്മുടെ അഗസ്ത്യാർകൂടവും ഇതാ ഇവിടെ നിന്ന് കാണാം കേട്ടോ. അഗസ്ത്യാർകൂടം കാണാം. പിന്നെ ബാക്കി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ആ മലനിരകൾ കാണാം. പിന്നെ ഇവിടെ നമ്മൾ വന്നിട്ടുള്ളതാണ് ഈ ഏരിയ. ഇതാണ് ഏണിപ്പാറ അല്ല, ഇത് ലോവർ കൂനിച്ചി എന്ന് പറയുന്നത്. അപ്പുറത്താണ് ഏണിപ്പാറ നമ്മൾ വന്നിട്ടില്ല. എന്തായിരുന്നാലും നമ്മൾ വിചാരിച്ച പോലെ ആഗ്രഹിച്ചതുപോലെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. പിന്നെ കുറേ ട്രക്കിംഗ് ടീമുകളോട് ഇതൊക്കെ ചോദിച്ചു, അതൊന്നും നടന്നില്ല. അപ്പോൾ ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കാര്യം പെട്ടെന്നൊരു ഐഡിയ വന്ന് ചേട്ടനെ വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് കയറുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് രാവിലെ ഓടിപ്പടച്ചെത്തിയത്. ഇനി നാളെ നമുക്ക് ഒരെണ്ണമുണ്ട്. എവിടെയാണ്? വാഴുവാന്തോളാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇങ്ങനെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കുറച്ചുകൂടെ ഒന്ന് ഉഷാറാവും. പോകുന്ന മാക്സിമം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുടുംബകാര്യങ്ങളല്ല, യാത്രാ വിശേഷങ്ങളാണ്. മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കും. റിസ്ക് ആണ്. നമ്മൾ ചിലപ്പോൾ ക്യാമറയിൽ കാണുമ്പോഴത്തേക്ക് റിസ്ക് അല്ലെന്ന് തോന്നും, പക്ഷേ അങ്ങനെ അല്ല. നല്ല റിസ്ക് ഉള്ള സ്ഥലമാണ്. നമുക്ക് വഴിയില്ല. ഇത് ഞാൻ കുറേ പ്രാവശ്യമായിട്ട് പറയുന്നു, അത്രയ്ക്കും റിസ്ക് ആയിട്ടുള്ള. നമ്മൾ വില്ലൂന്നി വന്നപ്പോഴത്തേക്കാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇടയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം മലയിൽ കയറിയിട്ട് ഇറങ്ങിയിട്ട് പിന്നെയും കയറേണ്ടി വന്നു. അപ്പോൾ അതിനേക്കാളുമൊക്കെ അല്ലെങ്കിൽ വേണ്ട, ഈ ചാനലിൽ ഇട്ടതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമെന്ന് തന്നെ പറയാം. വഴിയില്ല. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പർ കൊടുത്തേക്കാം, ചേട്ടനെ വിളിച്ചാൽ മതി. ചേട്ടൻ പാക്കേജുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് ഈ സ്ഥലമൊക്കെ കാണാവുന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം. ആൾക്കാരൊന്നും കൂടുതൽ എത്തിയിട്ടുള്ള ആൾക്കാരും വലുതായിട്ട് വീഡിയോസ് ഇട്ടിട്ടില്ല. അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നന്നായിട്ട് വൃത്തിയായിട്ട് വളരെ മനോഹരമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം. അത് രാവിലെ ആയപ്പോൾ അടിപൊളി. അത് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല കാലാവസ്ഥ. നമ്മൾ അവിടെ വന്നപ്പോൾ തന്നെ ഫുള്ള് കോടയായിരുന്നു. അപ്പോൾ അതുപോലെ കാലാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എന്തായിരുന്നാലും തെളിഞ്ഞ കാലാവസ്ഥ, നല്ല കാറ്റുണ്ട്, അടിപൊളി. അപ്പോൾ എന്തായിരുന്നാലും ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, നമുക്ക് അവരുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് ചോദിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചിറങ്ങാം. കുറച്ച് ലെങ്ത് ആയിരിക്കും ഈ വീഡിയോ, കാരണം അല്ലെങ്കിൽ ഞാൻ റീലും ഷോർട്സൊക്കെ ഇടുന്നുണ്ട്, അത് കണ്ടാലും മതി. ഇത് കുറച്ച് ലെങ്ത് ആയിരിക്കും, കാരണം നമ്മൾ വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ കണ്ടാലും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ചിലർ പറയുന്നുണ്ട് ലെങ്ത് കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഇത് ലെങ്ത് ആയിരിക്കും.
ഓക്കെ, അല്ലാത്തവർ നമ്മുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ റീലും ഷോർട്സൊക്കെ വരുന്നുണ്ട്, അത് കാണുക. ഫുൾ ലെങ്ത് ഇഷ്ടപ്പെടുന്നവർ ഇത് കാണുക കേട്ടോ. അപ്പോൾ നമുക്കിനി അവരുടെ അഭിപ്രായങ്ങളോടൊന്ന് ചോദിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മളിവിടെ 8 മണിയായപ്പോൾ എത്തി കേട്ടോ. 6 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ കറക്റ്റ് ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 മണിയായപ്പോൾ നമ്മളിവിടെ മുകളിലെത്തി. ഇനി കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങും. അതും റിസ്ക്കുള്ള പണിയാണ്, കയറിയതിനേക്കാൾ റിസ്ക്കാണ് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട്. പറയൂ എക്സ്പീരിയൻസ് പറ. കണ്ണാടി കിട്ടിയില്ല. കണ്ണാടി പോയി ഫോണും പോയി പറഞ്ഞ് വന്നതിന്റെ എക്സ്പീരിയൻസ് പറ. അറിഞ്ഞൂടാ ഇത് എങ്ങനെ ഉണ്ടെന്ന് പറ. സ്ഥലം എങ്ങനെ ഉണ്ടെന്ന് പറ. സ്ഥലം അടിപൊളി, ഡേഞ്ചർ പ്ലേസ് ആണ്, ഇച്ചിരി റിസ്ക് ആണ്. ഓക്കെ, കണ്ട് വന്നില്ലെങ്കിൽ. സ്ഥലം എവിടെയാണ്? സ്ഥലം വന്നിട്ട് നെല്ലിമൂട്. സ്ഥലം അടിപൊളിയാണ്, പക്ഷെ നല്ല റിസ്ക് ആണ്. കൈയൊക്കെ വിറയ്ക്കും. കുറച്ച് കല്ലിലൊക്കെ കയറുമ്പോൾ കല്ലെല്ലാം താഴോട്ട് പോകുന്നുണ്ട്, കൈയൊക്കെ വിറച്ച്. ഇതുവരെ ഉള്ളതിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഇതായിട്ട് തോന്നി. വേറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞ വട്ടം ഇവിടെ കൊണ്ടുകിട്ടി കൂനിച്ചിമല പോയി. അപ്പൊ അതിന് ഇതിനേക്കാളും ഒരുപാട് നല്ല വ്യത്യാസമുണ്ട്, റിസ്ക് ആണ്. ഇപ്പൊ വന്നിട്ട് എന്ത് തോന്നുന്നു? ഇവിടെ ടോപ്പ് എത്തിയപ്പോ ഒരു സന്തോഷമുണ്ട്. പേരെന്ന് പറയാം? മണിലാലാണ്. സ്ഥലം കിടാരക്കുഴി എന്ന് പറയും, വിഴിഞ്ഞത്തിനാണ്. ചേട്ടാ, നമ്മളിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പേഴ്സണലായിട്ട് അറിയില്ല. എന്തുണ്ട്? തീർച്ചയായിട്ടും, കാരണം ഇത് എൻ്റെ 2ാമത്തെ ട്രിപ്പാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രക്കിങ്ങിനോട് വളരെയേറെ പാഷനായിട്ട് എടുത്തിട്ടുള്ള ആൾക്കാർ മാത്രം ഇവിടേക്ക് വരിക, അല്ലാത്തവർ വരാതെ നിൽക്കരുത്. വരുന്ന സമയത്ത് മുൻകരുതലായിട്ട് പല കാര്യങ്ങളും എടുത്തുകൊള്ളുക. പിന്നെ ഒരു ചെറിയൊരു കയർ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ വളരെയേറെ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. കാരണം ചില സ്ഥലങ്ങളിലെല്ലാം വളരെയേറെ സ്ലിപ്പറി ആയിട്ടുള്ള ഏരിയകളുണ്ട്. പിന്നെ ഇത് ഒറ്റയ്ക്കായിട്ട് വരാൻ വേണ്ടി നിൽക്കരുത്. തീർച്ചയായിട്ടും 1 2 അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് വരിക. ഇപ്പോഴാകുമ്പോഴേക്കും ശരിക്കുള്ളൊരു സപ്പോർട്ടിംഗ് ആയിട്ടുണ്ടാവും. വീണ്ടും പറയുകയാണ്, വളരെയേറെ റിസ്ക് ആയിട്ടുള്ള ഏരിയയാണ്, പക്ഷെ വന്നാൽ നല്ലൊരു എക്സ്പീരിയൻസുമാണ്. മുന്നേ വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു കാലാവസ്ഥ? തീർച്ചയായും. അല്ല, ഇത്രയല്ല, ഞങ്ങൾ സമ്മറിലാണ് വന്നത്. അപ്പോൾ ആ സമയത്തൊന്നും ഇത്രയേറെ ബുദ്ധിമുട്ടില്ലായിരുന്നു എന്ന് പറയാം. പക്ഷെ വളരെയേറെ സണ്ണിയായതിൻ്റെ പേരിൽ വളരെയേറെ നമ്മൾ സ്വിറ്റിയായിരുന്നു ഒത്തിരിയേറെ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത്. പക്ഷേ ഇതിപ്പോൾ ഇവിടെ നിന്ന് വെച്ചാൽ അങ്ങനെയല്ല, നല്ല തണുപ്പുണ്ട്. രാവിലെ കയറുന്നതുകൊണ്ട് അന്ന് ഞങ്ങൾ ടീമായിട്ടാണ് വേറെ കൂടെയാണ് വന്നത്. വേറെ സ്ഥലങ്ങൾ ഇതുപോലെ പോകുന്നതാണല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ശരിയേട്ടാ. ഓക്കെ, എങ്ങനെയുണ്ട് സ്ഥലം? സ്ഥലം കാണാൻ വളരെ മനോഹരമായിട്ടൊക്കെ ഉണ്ട്. അതായത് ദൂരം റിസ്ക് എടുത്ത് വന്നിട്ടുണ്ടെങ്കിലും മുകളിൽ കയറിയപ്പോഴത്തേക്കും സന്തോഷമായി. റിസ്കിനുള്ള ഇത് മുകളിലുണ്ട്. വന്ന വഴിയൊക്കെ എങ്ങനെയുണ്ട്? വന്ന വഴി തിരിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് പാൻറ് കയറുന്ന കാര്യത്തിൽ ആരും വന്നു കളയിൽ ഒറ്റയ്ക്ക് ഒന്നും. മല കയറി കുറച്ചെങ്കിലും ഒരു ചെറിയ രീതിയിൽ മല കയറി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഓക്കെയാണ്. പിന്നെ കുറച്ച് സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയറാൻ നിന്ന് കഴിഞ്ഞാൽ ഓക്കെയാണ്. അല്ലാതെ ചുമ്മാ ഇരുന്നിട്ട് ഒരു മല കയറാൻ ആരും വന്നേക്കരുത്. ഭയങ്കര ഹൈലി റിസ്ക്കിയാണ് ഇതൊക്കെ. അപ്പോൾ എനിക്ക് അത്രേ പറയുള്ളൂ, ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഓക്കെ, നല്ല അടിപൊളിയായിരുന്നു. ഇപ്പം ടോപ്പിലെത്തിയപ്പോൾ നല്ല വ്യൂ ഒക്കെയാണ്. ഇവിടെ ചുറ്റും നോക്കുമ്പോഴൊക്കെ നല്ല റിസ്ക് ഉള്ള ലൊക്കേഷനാണ്. നമ്മൾ വരുന്ന വഴിയെല്ലാം അങ്ങനെ പിടിച്ച് കയറാനുള്ള സ്ഥലമൊന്നുമില്ല, അങ്ങനെ വഴികളൊന്നുമില്ല. നമ്മൾ തന്നെ കണ്ടുപിടിച്ച് വരേണ്ടി വരും. ട്രക്കിങ്ങിന് ഇങ്ങനെ പോകുന്നതാണ്? ഓ, ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. വന്നതിൽ ഏറ്റവും റിസ്ക് ആണ്, ഏറ്റവും ടഫായിട്ടുള്ള. ഓക്കെ, പേരെന്താ? റിജോ എന്നാണ് സ്ഥലം. എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. ഒറ്റയ്ക്ക് വരാൻ നിൽക്കരുത്, അല്ലെങ്കിൽ ആരെങ്കിലും തോളെങ്കിലും എടുത്തോണ്ട് വരാമെന്ന് നോക്കണം, അല്ലെങ്കിൽ കയറെങ്കിലും വെച്ചിടണം. ഒറ്റയ്ക്ക് പറഞ്ഞത് രാവിലെ വരാം, ഓക്കെ. വൈകുന്നേരം പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. വൈകുന്നേരം ഇരുട്ടത്തൊന്നും കാണാൻ പറ്റില്ല. ചർക്കി അടിച്ച് വീണ അവിടെ വള്ളിയിൽ തൂങ്ങിയിരിക്കും, പിന്നെ അവിടെ ഇരുന്ന് ചാവും. അത്രേ ഉള്ളൂ. വേറെ ലെവൽ എക്സ്പീരിയൻസ്. ഏറ്റവും ടഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ 4 കാല് 2 കാലിൽ വന്നിട്ട് 4 കാലിൽ കയറേണ്ടി വരും. അങ്ങനത്തെ ഒരിതാണ്. ഒരു അപ്പോൾ അതാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ ബില്ലൂന്നി മലയിൽ വന്നപ്പോഴത്തേക്കാണ് ഇതുപോലെ പറഞ്ഞത്, ഒറ്റയ്ക്കാരും വരരുത്. അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്കാരും വരല്ലെന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത് ഇവരുടെ അഭിപ്രായങ്ങൾ, ഇവരൊക്കെ ട്രക്കിങ്ങിന് പോണതാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലൊരാഗ്രഹം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒറ്റയ്ക്ക് വരരുത്. അവർ പറഞ്ഞതുപോലെ തന്നെ രാവിലെ വരിക, പിന്നെന്താണ് കയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചേക്കുക. ഞാൻ അറിഞ്ഞുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ എനിക്ക് ഇറങ്ങാൻ പോകത്തില്ല. പക്ഷേ അത്രയ്ക്ക് റിസ്ക്കാണ് കേട്ടോ, ഭയങ്കര റിസ്ക്കാണ്. യഥാർത്ഥത്തിലും ഒരാഗ്രഹം ഉണ്ടായിരുന്നു, വന്നു കണ്ടു, മുകളിൽ വരാനും പറ്റി. ഇനി താഴേക്ക് ഇറങ്ങുന്നതാണ് അതിനേക്കാളും വലിയ റിസ്ക്. കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങും. അങ്ങനെ കുറച്ച് നേരം നമ്മൾ കൊണ്ടകെട്ടി മലയുടെ മുകളിൽ വിശ്രമിച്ചു. വന്ന എല്ലാവർക്കും സ്ഥലം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു.
പക്ഷേ കയറുന്ന വഴിയും ഇറങ്ങുന്ന വഴിയും നമ്മൾ നിൽക്കുന്ന സ്ഥലവും അത് അത്ര സേഫുള്ള സ്ഥലമല്ല. ഒറ്റയ്ക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഒറ്റയ്ക്കും വരാൻ ആരും നോക്കരുത്. അതുപോലെ തന്നെ കൂട്ടായിട്ട് വരികയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ ഈ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുള്ള ആരെങ്കിലും കൂടെ വരാവുള്ളൂ. അത്രയ്ക്ക് ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ പല പ്രാവശ്യം ഇത് പറഞ്ഞത്. കാര്യം ചില വീഡിയോസ് തുടങ്ങുന്നതും പിന്നെ മുകളിൽ നിൽക്കുന്നത് കാര്യങ്ങൾ മാത്രമേ കാണിക്കത്തുള്ളൂ. നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ചില ഭാഗങ്ങളിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. നമ്മുടെ ചാനലിൽ പല വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്ക് റിസ്ക് ഉള്ള ഒരു ട്രക്കിംഗ് എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ ഇത് തന്നെയാണ്. അത്രയ്ക്കും ഡേഞ്ചർ സ്ഥലമാണ്. പിന്നെ നമ്മൾ വിചാരിക്കും ഇപ്പോൾ വിഷ്വലിൽ കാണുമ്പോൾ കുഴപ്പമില്ലല്ലോ നടന്നു പോകാമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതാ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര കുത്തനെയുള്ള താഴ്ചയാണ്. പക്ഷേ നമുക്ക് ആ വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് എത്ര പറഞ്ഞാലും അത് മനസ്സിലാവത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു കല്ലോ എന്തെങ്കിലും എടുത്തിട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഉരുണ്ട താഴെ പോകും. നമുക്ക് ഒരിക്കലും നേരെ നിൽക്കാൻ പറ്റുന്ന സ്ഥലമല്ല. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്കും ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. അത് മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമേ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവുള്ളൂ. എന്തായാലും അത് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം പോകണമെങ്കിൽ മാത്രം, എന്നാലും ഞാൻ പറയും വരണ്ട എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം സേഫ്റ്റി നമ്മുടെ ലൈഫ് എന്ന് പറയണ ഒന്നേ ഉള്ളൂ, അത് കളഞ്ഞാരും നോക്കണ്ട. നമ്മളെന്തായിരുന്നാലും പോയി. അതുകൊണ്ടാണ് ഇത്രയും അപകടം നിറഞ്ഞ വഴികളാണ് എന്ന് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ പോയപ്പോൾ വെയിലുള്ള സമയമാണ്, മഴ ഉണ്ടായിരുന്നു. നമ്മൾ പോയപ്പോൾ ഇല്ല, തലേദിവസങ്ങളിലൊക്കെ മഴ പെയ്തിരുന്നു. എന്നാലും പാറ സ്ലിപ്പ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ മഴയുള്ള സമയത്തൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള അപകടങ്ങളുണ്ടാക്കും. നമുക്ക് ഈ സമയത്ത് തന്നെ നമുക്ക് നേരെ ഈ പോകുന്ന ആൾക്കാരൊക്കെ ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരാണ്. അവരൊക്കെ തന്നെ ഇരുന്നും നിരങ്ങി ഒക്കെയാണ് ഇറങ്ങുന്നത്. നമ്മൾ സൈഡിലുള്ള ചെടികളിൽ ഏതെങ്കിലും ഒരു ചെടി സ്ട്രോങ് ആയിട്ടുള്ളതുണ്ടാവും, ആ ചെടിയിലാണ് നല്ല ബലം കൊടുത്ത് ഇറങ്ങുന്നത്. അല്ലാതെ നമുക്ക് നേരെ നടന്നിറങ്ങാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റോപ്പോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അപ്പോൾ അതിസാഹസികമായിട്ടുള്ളൊരു യാത്ര തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. തിരിച്ചു വരുന്ന വഴി അതുകൊണ്ടാണ് വ്യക്തമായിട്ട് കാണിച്ചത്. അങ്ങോട്ട് പോയപ്പോഴത്തേക്കും കുറച്ച് വഴികൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും ആഗ്രഹമുള്ള ആൾക്കാർ ഇത് കണ്ടിട്ട് മാത്രം പോവുക. കാര്യം ഡേഞ്ചറാണ്. നമ്മൾ തിരിച്ചു പോകുന്ന വഴികളിലാണ് ഈ കാണുന്നത്. അങ്ങോട്ട് പോയപ്പോൾ ഒരാളുടെ കണ്ണാടിയും അതുപോലെ മൊബൈലും നഷ്ടപ്പെട്ടിരുന്നു. തിരിച്ചു വന്നപ്പോൾ കണ്ണാടി മിസ്സിങ് ആണ്. മൊബൈൽ നമ്മൾ കോൾ ചെയ്ത് വന്നപ്പോൾ കിട്ടി. കാരണം കാലത്രയ്ക്ക് വെയിറ്റ് വെച്ചാണ് നടന്ന് കയറാനുള്ളത്. അപ്പോൾ പോക്കറ്റിൽ ഇട്ടിരുന്നത് താഴ്ത്തു പോയതാണ്. എന്തായിരുന്നാലും മൊബൈൽ നമുക്ക് തിരിച്ച് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോയ വഴികളിലെ ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ അത്രയ്ക്ക് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങോട്ട് പോയപ്പോഴത്തേക്കും കാഴ്ചകൾ കണ്ടിരുന്നു. എന്തായിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്ത് ഈ കൊണ്ടകെട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള മലനിരകളും എല്ലാ മലനിരകളിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ തരുന്നതാണ്. പക്ഷേ ഈ ഒരു കൊണ്ടകെട്ടി എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ടാവും എന്നെപ്പോലെ ഒരിക്കലെങ്കിലും കൊണ്ടകെട്ടിയിൽ വരണമെന്നുള്ളത്. പക്ഷേ ഒരിക്കലെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെയും ഇതിൽ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരിക്കൽ വന്നിട്ട് പിന്നെയും കയറിയ ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇനിയില്ലെന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഡേഞ്ചറാണ്, ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോയ എല്ലാവരും തിരിച്ചെത്തിയിട്ടുണ്ട്. 10 മണി ആയി. ഇപ്പോൾ നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പം ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തതാണ്. മുകളിൽ പോയിട്ട് തിരിച്ച് 10 മണിയായപ്പോൾ ഇവിടെ എത്തി. ഇവിടെയാണ് രാവിലെ ബൈക്ക് വെച്ചിട്ട് പോയത്. പിന്നെ നമ്മൾ കുരിശുമലയ്ക്ക് പോകുന്ന മാതാമലയ്ക്ക് അവിടെ ഒരു ആർച്ചുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള കുരിശ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് അവിടെ നിന്ന് തിരിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും അടിപൊളി എക്സ്പീരിയൻസ്. വന്ന എല്ലാവരും തിരിച്ച് എത്തിയിട്ടുണ്ട്. ആർക്കും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. 1.5 ട്രക്കിംഗ് ആയിപ്പോയി. ഓക്കെ, ബൈ. പോട്ടെ. ബൈ. എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലുമൊക്കെ കാണാം. ബൈ ബ്രോ. ചേട്ടാ, താങ്ക് യു ഈ ഒരു എപ്പിസോഡിന് വിളിച്ചതിന്. നമ്മളെ കൂടെ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ എനിക്കിവിടെ വരാൻ പറ്റിയത്. ബൈ. ബൈ. ഫോൺ.